രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അഷ്ടപതിയാണ്, 14ാമത്തെ അധ്യായമാണ്. 7ഉം 8ഉം ശ്ലോകങ്ങളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതിനു മുമ്പുള്ളത് കേൾക്കാൻ ആഗ്രഹമുള്ളവർ എന്ത് ചെയ്താൽ മതി, പ്ലേലിസ്റ്റ് എടുത്താൽ മതി. അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ കയ്യിൽ കിട്ടിയിരിക്കും. ചൊവ്വാഴ്ച കൃഷ്ണന്റെ കാമുകിയായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ. അപ്പോൾ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ നിരവധി ഗവേഷണങ്ങൾ നടത്തിയാണ് അത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. 106 എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതേ കണക്ക് എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്, എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ധർമ്മപദത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഇത് കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപരമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999. അഷ്ടാവക്ര ഗീത നിങ്ങൾ നിശ്ചയമായും കേൾക്കണം, പ്ലേലിസ്റ്റിലുണ്ട്. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന വീഡിയോ കേൾക്കണം. അതേ കണക്ക് കുടുംബമായി താമസിക്കുന്ന സകലരും ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു എന്ന വീഡിയോ കേൾക്കണം. അതേ കണക്ക് തന്നെ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാകാതിരിക്കാൻ അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ എന്ന വീഡിയോ നിങ്ങൾ കേൾക്കണം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്.
എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അഷ്ടപതി 14-ാമത്തെ അധ്യായം വരെ പൂർത്തിയാക്കാൻ എനിക്ക് ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ തന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ അഷ്ടപതി 14-ാം അധ്യായം 7-ാമത്തെ ശ്ലോകം നിങ്ങൾക്ക് സുപരിചിതയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സാക്ഷാൽ റെജിന സുരേഷ്, അപ്പോൾ രതീഷ്. അപ്പോൾ റെജിന രതീഷ് അതിമനോഹരമായിട്ടാണ് ഈ അഷ്ടപതി പാടിയിരിക്കുന്നത്. ശരിക്കും റെജിന അഷ്ടപതിയിൽ നല്ല മുഴുകി അതിൻ്റെ ഭാവങ്ങളൊക്കെ മനോഹരമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ റെജിന രതീഷ് പാടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റെജിനയുടെ പാട്ട് നിങ്ങൾ കേട്ടുകൊള്ളൂ. ശ്രമജല കാണബാര സുഭഗ ശരീരാ പരിപതി തോരസി രതിരണധീരാ കാപ്പി മധുരേ പൂണാ. അപ്പോൾ നമ്മുടെ റെജിന സുന്ദരമായി പാടിയത് കേട്ടല്ലോ. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രമജല കണഭ സുഭഗ ശരീര പരിപതി തോരസി രതി രണധീര കാഭി മധുരിപുണ വിലസതി യുവതിരധിക ഗുണ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? അർത്ഥങ്ങൾ എഴുതിക്കൊള്ളൂ. ശ്രമജലം, ശ്രമജലം അർത്ഥം രതി ലീലയിൽ ഉണ്ടാകുന്ന വിയർപ്പ്. ശ്രമജലം അർത്ഥം രതി ലീലയിൽ ഉണ്ടാകുന്ന വിയർപ്പ്. കണം, കണം തുള്ളി, കണം സമം തുള്ളി. സുഭഗ, സുഭഗ മനോഹരമായ, സുഭഗ മനോഹരമായ സുന്ദരമായ. സുഭഗ ശരീര സുന്ദരമായ ശരീരത്തോടു കൂടിയവൻ. സുഭഗ ശരീര സുന്ദരമായ ശരീരത്തോട് കൂടിയവൻ. പരിപതി, പരിപതി പ്രിയന്റെ, പരിപതി പ്രിയന്റെ തനിക്ക് പ്രിയപ്പെട്ടവന്റെ. ഇവിടെ ശ്രീകൃഷ്ണൻ. ഉരസി, ഉരസി നെഞ്ചിൽ, മാറിൽ, നെഞ്ചിൽ അല്ലെങ്കിൽ മാറിൽ. ഇനി ചേർത്തെഴുത് പരിപതി തോരസി, അതായത് പരിപതി അധികം ഉരസി ചേർത്തെഴുതുന്നതാണ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. പരിപതി തോരസി അർത്ഥം പ്രിയപ്പെട്ടവന്റെ നെഞ്ചിൽ കിടക്കുന്നവളും, പ്രിയപ്പെട്ടവന്റെ നെഞ്ചിൽ കിടക്കുന്നവളും. രതി, രതി കാമം, കാമം. രണ, രണ യുദ്ധം, രണയുദ്ധം. രതി രണധീര എന്നെഴുത്. രതി രണധീര കാമകേളിയിൽ വിദഗ്ധയായിട്ടുള്ളവൾ എന്നർത്ഥം. രതി രണധീര കാമകേളിയിൽ വിദഗ്ധയായിട്ടുള്ളവൾ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? രതിലീലയിൽ ഏർപ്പെടുമ്പോൾ വിയർപ്പു തുള്ളികളാൽ മനോഹരമായ, അതായത് രതിലീലയിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടായ വിയർപ്പു തുള്ളികൾ കൊണ്ട് മനോഹരമായ ശരീരത്തോടു കൂടിയവളും തനിക്ക് പ്രിയപ്പെട്ടവനായ ശ്രീകൃഷ്ണന്റെ മാറിൽ തളർന്ന് മയങ്ങുന്നവളും കാമകേളിയിൽ അതീവ വിദഗ്ധയും എന്നേക്കാൾ ഗുണമുള്ളവളുമായ ഒരു യുവതി ശ്രീകൃഷ്ണന്റെ കൂടെ രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിച്ചോളണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വളരെ ശ്രദ്ധിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയേണ്ടത്? ഉദാത്തമായ രതിയുടെ ഭാവമാണ്. ഇതിനെ നിങ്ങൾ ഒരിക്കലും ഒരു സാധാ മനുഷ്യന്റെ ലോക്കൽ സെക്സ് ആയിട്ട് നിങ്ങൾ കാണരുത്. അത് ഇതിൻ്റെ അടുത്ത ശ്ലോകം 8-ാമത്തെ ശ്ലോകത്തിൽ ജയദേവ കവി തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ രാധാറാണി തൻ്റെ തോഴിയോട് പറയുകയാണ്, ഏ തോഴി, ഒരു യുവസുന്ദരി, അതിയായ സുന്ദരിയായ ഒരു ഗോപിക, അവൾ കൃഷ്ണനുമായിട്ട് രതിലീലയിൽ ഏർപ്പെടുകയാണ് തോഴി. രതിലീലയിൽ ഏർപ്പെടുമ്പോൾ അവൾ മുകളിലും കൃഷ്ണൻ താഴെയുമാണ് തോഴി. അപ്പോൾ അവളുടെ ശരീരം ഇങ്ങനെ അനങ്ങുകയാണ് തോഴി. അങ്ങനെ ശരീരം നിരന്തരമായി അനങ്ങുന്നത് കൊണ്ട് അവളുടെ ദേഹത്ത് വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു.
ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വരിയാണ് സംഭവം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വിപരീത രതിക്കാണ് പ്രാധാന്യം. ഇവിടെ കൃഷ്ണനുമായി രതിലീലയിലാടുന്ന തോഴിയുടെ ദേഹത്ത് വിയർപ്പ് മണികൾ പൊടിയണമെങ്കിൽ അവളുടെ ദേഹം നിരന്തരം ചലിക്കണം. അവൾ താഴെയും ശ്രീകൃഷ്ണൻ മുകളിലുമാണെങ്കിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല? ഈ വിയർപ്പ് തുള്ളികൾ ഉണ്ടാവുകയില്ല. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ആര് മുകളിലായിരിക്കണം? ഈ തോഴി മുകളിലും ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെയായിരിക്കണം? താഴെയുമായിരിക്കണം. അതുകൊണ്ടാണ് ഈ യുവതിയുടെ ദേഹത്ത് എന്തുണ്ടായിരിക്കുന്നത്? വിയർപ്പ് തുള്ളികൾ ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു തോഴി, സുന്ദരിയായ ഒരു തോഴി, അവൾ മുകളിലും കൃഷ്ണൻ താഴെയുമായി രതിലീലയിൽ ഏർപ്പെടുമ്പോൾ അവളുടെ ശരീരം നിരന്തരമായി ചലിക്കുന്നത് കൊണ്ട് അവളുടെ ദേഹമാകെ വിയർപ്പ് തുള്ളികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു തോഴി. അപ്പൊ ഇവിടെ ജയദേവ കവി ഒരു കാര്യം വ്യക്തമാകുന്നു. രാധാകൃഷ്ണ ലീലയിൽ രാധാജിക്കും കൃഷ്ണനും ഏറ്റവും പ്രിയപ്പെട്ടത് വിപരീത രതിയാണ്. എന്താ വിപരീത രതി? സാധാരണ രതി പുരുഷൻ മുകളിലും സ്ത്രീ താഴെയുമാണ്. ഇവിടെ തിരിച്ച് സ്ത്രീ മുകളിൽ വരുന്ന രതിക്കാണ് വിപരീത രതി. അപ്പൊ ഇവർക്കേറെ പ്രിയപ്പെട്ടതാണ് വിപരീത രതി. തങ്ങൾ കൃഷ്ണനുമായി ഉണ്ടാകുമ്പോൾ ആ രതി അതേ കണക്ക് തോഴിയുമായി സങ്കല്പിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ തോഴി അവൾ കൃഷ്ണന്റെ മുകളിൽ കിടന്ന് നിരന്തരം ചലിക്കുന്നതിൻ്റെ ഫലമായി ഒടുവിൽ കാമസമ്പൂർത്തിയൊക്കെ അടുക്കുമ്പോൾ അവൾ തളരും. അവൾ തളർന്ന് കൃഷ്ണന്റെ മാറിലേക്ക് വീഴും. അങ്ങനെ വീണ് കൃഷ്ണന്റെ മാറിൽ അവൾ ശയിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മുല്ലവള്ളി തേന്മാവിൽ പടർന്ന് കയറുന്നത് പോലെ അങ്ങനെ വിയർപ്പ് തുള്ളികളുമായി കൃഷ്ണന്റെ നെഞ്ചില് തളർന്നു കിടക്കുന്ന അവളുണ്ടല്ലോ, അവൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു തോഴി? കൂടുതൽ സുന്ദരിയായി മാറിയിരിക്കുന്നു. മനസ്സിലായില്ലേ? അവൾ എന്ത് ചെയ്യുന്നു? വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞ ശരീരവുമായി കൃഷ്ണന്റെ നെഞ്ചിലങ്ങനെ തളർന്നു കിടക്കുകയാണ്. ആ വിയർപ്പ് തുള്ളികൾ രത്നക്കല്ലുകൾ പോലെ ശോഭയുള്ളതാക്കി മാറ്റുന്നു. അപ്പോൾ അവൾ കൂടുതൽ സുന്ദരിയായി. എന്നേക്കാൾ അധികം ഗുണമുള്ള ഒരു സ്ത്രീ ശ്രീകൃഷ്ണനുമായി രതിലീലയിൽ ഏർപ്പെടുന്നു പ്രിയതോഴി എന്ന് പറഞ്ഞ് രാധാറാണി വിലപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ശ്രമജല കാണബാര സുഭഗ ശരീരാ പരിപതി തോരസി രതിരണധീരാ കാപ്പി മധുരേ പൂണാ. ശ്രീജയദേവ വാണിദഹരിരമിതം കലികലുഷം ജനയതു പരിശമിതം കാപ്പി മധുരേ പൂണാ. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. ശ്രീ ജയദേവ ഫണിത ഹരിരമിതം കലി കലുഷം ജനയതു പരിശമനം ശമിതം. അർത്ഥം എഴുതിക്കോ. ഫണിതം, ഫണിതം പ്രശംസിക്കപ്പെട്ട, ഫണിതം പ്രശംസിക്കപ്പെട്ട. ശ്രീ ജയദേവ ഫണിതം, ശ്രീ ജയദേവ ഫണിതം. അർത്ഥം എഴുതിക്കോ. ജയദേവ കവിയാൽ പ്രശംസിക്കപ്പെട്ട, ജയദേവ കവിയാൽ പ്രശംസിക്കപ്പെട്ട. ഹരി, ഹരി കൃഷ്ണൻ. രമിതം, രമിതം രതിലീല, രതിലീല. ഹരി രമിതം കൃഷ്ണന്റെ രതിലീല. കലി, കലിയുഗം, കലി കലിയുഗം. കലുഷം, കലുഷം പാപം, കലുഷം പാപം. ജനയതു, ജനയതു ജനങ്ങളുടെ, ജനയതു ജനങ്ങളുടെ. പരിശമിതം, പരിശമിതം ഇല്ലാതാക്കട്ടെ. പരിശമിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാക്കട്ടെ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം ഇത്രയേ ഉള്ളൂ.
ശ്രീ ജയദേവ കവിയാൽ വളരെയധികം പ്രശംസിക്കപ്പെട്ട ഭഗവാന്റെ രതിലീലകള് അഷ്ടപതിയിലെ 14-ാമത്തെയും മറ്റ് തുടർന്നുള്ള അധ്യായങ്ങളിലൂടെയും വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്ക് കലിയുഗത്തിലെ യാതൊരുവിധ പാപങ്ങളും ബാധിക്കുന്നതല്ല. കലിയുഗത്തിലെ സർവവിധ പാപങ്ങളിൽ നിന്നും അവർ എന്തു ചെയ്യുന്നു? മുക്തരായി മാറുന്നു. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ രതിലീല ഒരു കാരണവശാലും എന്തല്ല, സാധാരണ നിങ്ങൾ ധരിക്കുന്ന ഒരു സെക്സ് അല്ല. ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും രാധാറാണിയുടെയും രതിലീല എന്ന് പറയുന്നത് പ്രണയത്തിൻ്റെ കൊടുമുടിയിൽ നിന്നുണ്ടാകുന്ന വിശുദ്ധമായ രണ്ടാത്മാക്കളുടെ ചേർച്ചയാണ്. അതിനെ ഒരിക്കലും സെക്സ് എന്ന പേര് വിളിക്കരുത്. സത്യം പറഞ്ഞാൽ ആത്മരതിക്ക് തുല്യമായിട്ട് ഒരു ഇംഗ്ലീഷ് വാക്കില്ല എന്നതാണ് അതിൻ്റെ സത്യം. ഒരു പരിധിവരെ ഓഷോ മാത്രമാണ് അതിനൊരു നിർവചനം കൊടുത്തിരിക്കുന്നത്. ഓഷോ പറയുന്നത് അതിനെ സൂപ്പർ സെക്സ് എന്നാണ്. അപ്പൊ കലിയുഗത്തിലെ ജനങ്ങൾക്കിടയിൽ പ്രണയം എന്നൊന്നില്ല. ഇന്ന് കലിയുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ പ്രണയം എന്നൊന്നില്ല. അവർക്ക് പ്രണയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രതിലീലകൾ ആടാനുള്ള ഒരു കുറുക്കു വഴി, ഒരു ഷോർട്ട് ടേം മാത്രമാണ്. ഇന്ന് പ്രണയം എന്ന് പറയുക, അതിനുശേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, കുറച്ചു കഴിയുമ്പോൾ അത് മടുക്കുക, അത് ഇട്ടിട്ട് പോവുക. ഇന്ന് പെൺകുട്ടികളുടെ മിക്ക പ്രണയങ്ങളും പരാജയപ്പെട്ടു പോകുന്നത് ഇതുകൊണ്ടാണ്. പെൺകുട്ടികൾ പ്രണയിക്കുന്ന സമയത്ത് കാമുകന്മാരവരെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും പിന്നെ അവരോടൊത്ത് സിനിമയ്ക്ക് പോകാനും പിന്നെ തൻ്റെ ശരീരം അവന് സമർപ്പിക്കുകയും ചെയ്യും. അല്പം കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിൽ സെക്സ് മാത്രമാണ് ഉണ്ടായത്, വൃത്തികെട്ട സെക്സ്. അവൻ ആ ശരീരത്തോടുള്ള താല്പര്യം ഇല്ലാതാകും. ഏതുപോലെ എല്ലാ ദിവസവും ഒരേ ആഹാരം കഴിക്കുമ്പോൾ ഒരു മനുഷ്യൻ മടുക്കുന്നത് പോലെ അവൻ ഈ സ്ത്രീയുടെ ശരീരം കുറച്ചു ദിവസം ആസ്വദിക്കുമ്പോൾ മതിയാകും. അവൻ ആ സ്ത്രീയെ എന്ത് ചെയ്യും? ഉപേക്ഷിച്ചു പോകും. അതിൻ്റെ പേരാണ് സെക്സ്. അതേസമയം ഓരോ ദിവസവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും തോറും പ്രണയം കൂടി വരും. പ്രണയം ഇങ്ങനെ ക്ലൈമാക്സിലേക്ക് കയറി വരും. ഓരോ ദിവസവും സ്ത്രീ തൻ്റെ ശരീരം പുരുഷന് സമർപ്പിക്കുന്നതിനനുസരിച്ച് പുരുഷന് സ്ത്രീയോടുള്ള ഇഷ്ടം വർദ്ധിച്ചു വരും. അതിനെയാണ് ആത്മരതി എന്ന് പറയുന്നത്. അങ്ങനെ കലിയുഗത്തിലെ മനുഷ്യൻ പല പാപങ്ങളിലും മുഴുകുന്നു. അതോടൊപ്പം തന്നെ സെക്സ് എന്ന പാപത്തിലും മുഴുകുന്നു. അത് കല്യാണം കഴിച്ച സ്ത്രീയും പുരുഷനും സെക്സ് എന്ന പാപം ചെയ്യുന്നു. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു ഭർത്താവ് കയറി വരുമ്പോൾ ഭാര്യ ഉറങ്ങിക്കിടക്കുകയാണ്. അവരുടെ വസ്ത്രം അല്പം മാറിക്കിടക്കുന്നു. അപ്പോൾ ആ ശരീരഭാഗം കണ്ടിട്ട് ഈ മനുഷ്യന്, സ്വന്തം ഭർത്താവ് തന്നെയാണ്, കാമം വരുന്നു. അപ്പോൾ അയാൾ അവളുമായി രതിലീലയിൽ ഏർപ്പെട്ടാൽ അതിൻ്റെ പേരാണ് ഡേർട്ടി സെക്സ്. അത് പാപമാണ്. മറിച്ച് തൻ്റെ ഭാര്യയുമായി വർത്തമാനം പറഞ്ഞിരുന്ന് ഭാര്യയുമായി പ്രണയിച്ച് ആ പ്രണയത്തിൻ്റെ തീഷ്ണതയിൽ എപ്പോഴോ രണ്ടാത്മാക്കൾ ലയിച്ചു ചേരാൻ തോന്നുമ്പോൾ ആ ആത്മാവിനെ തൊടുകയാണ്. ശരിക്കും കൊടുക്കുന്ന ഉമ്മ നെറ്റിയിലല്ല, ആത്മാവിലേക്കാണ്. അതിനെയാണ് ആത്മരതി. അപ്പം ജയദേവ കവി പറയുന്നു, സാക്ഷാൽ ശ്രീകൃഷ്ണനും സാക്ഷാൽ രാധാറാണിയും തമ്മിലുള്ള രതിലീല എന്ന് പറയുന്നത് ആത്മരതിയാണ്, നിങ്ങൾ വിചാരിക്കുന്ന രതിയല്ല. ആരാണോ അഷ്ടപതിയിൽ ജയദേവ കവി വർണ്ണിക്കുന്ന രതിലീലകള് വായിക്കുകയോ കേൾക്കുകയോ അല്ലെങ്കിൽ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത്, അവരുടെ സർവവിധ കലിയുഗത്തിൽ അവരെന്തൊക്കെ പാപം ആർജിച്ചിട്ടുണ്ടോ അത് മുഴുവനും ഇല്ലാതാവുകയും അവരുടെ മനസ്സിൽ നിന്ന് വൃത്തികെട്ട കാമവികാരം ഇല്ലാതാവുകയും അവരങ്ങേയറ്റം പരിശുദ്ധരായി മാറുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്. ഈ 14-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ ഹരിരമിത ചമ്പക ശേഖര എന്നാണ്. ഹരി എപ്പോഴും
ഏറ്റവും മനോഹരമായ സ്വർണ്ണ ചമ്പകപ്പൂവാണ് ആസ്വദിക്കുന്നത് എന്ന് മാത്രവുമല്ല, ഏറ്റവും കൂടുതൽ രതിലീലയിൽ പ്രാധാന്യമുള്ളത് വിപരീത രതിക്കാണെന്ന് ജയദേവ കവി പറയുന്നു എന്ന് മാത്രവുമല്ല, സെക്സോളജിസ്റ്റുകളും അത് സമ്മതിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒരു 50 കിലോ ഭാരമുള്ള എന്നാണ് പിന്നെ ഓഷോ പറയുന്നത്, 50 കിലോ ഭാരമുള്ള ഒരു സ്ത്രീയുടെ പുറത്ത് 60-70 കിലോ ഭാരമുള്ള ഒരു പുരുഷൻ. അപ്പോൾ ഓഷോ വളരെ രസകരമായിട്ടാണ് അത് പറയുന്നത്. അവൻ പുഷപ്പ് എടുക്കുകയും ഒടുവിൽ ആ സ്ത്രീയുടെ പുറത്ത് തളർന്നു കിടക്കുകയും ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ അവർ മരിച്ചു പോകും അറ്റാക്കുമെന്ന്. അതുകൊണ്ട് രതിയുടെ തന്നെ ഉത്തമ ഭാവം ഏതെന്ന് ചോദിച്ചാൽ വിപരീത രതിയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ശ്രീ ജയദേവ കവി രാധാകൃഷ്ണന്മാരുടെ വിപരീത രതി വർണ്ണിക്കുന്ന 14-ാമത്തെ അധ്യായം എങ്ങനെ ഹരിരമിത ചമ്പക ശേഖര എന്ന പേരുള്ള ആ അധ്യായം ആരാണോ വായിക്കുന്നത്, ആരാണോ അതിനെക്കുറിച്ച് കേൾക്കുന്നത്, അവർക്ക് കലിയുഗത്തിൽ അവരെന്തൊക്കെ പാപം ചെയ്തിട്ടുണ്ടോ, മറ്റൊരാളെ ചതിക്കുകയോ എന്തൊക്കെ നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും നിങ്ങൾക്കില്ലാതായി തീരും എന്ന് മാത്രവുമല്ല, നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന വൃത്തികെട്ട സെക്സ് ഇല്ലാതാവുകയും പരിശുദ്ധമായ രതിയിലേക്ക് നിങ്ങൾ പോവുകയും ചെയ്യും. അതിന് ഭഗവാൻ ശ്രീകൃഷ്ണനും രാധാറാണിയും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആശംസയാണ് ഇതിനകത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്. എനിക്കും അതേ ഉള്ളൂ. കലിയുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ, പാപങ്ങളുടെ പിടിയിലാണ് നമ്മൾ. കലിയുടെ പിടിയിൽ നിന്ന് മോചിതനാകാൻ അഷ്ടപതി വായിക്കൂ, പ്രത്യേകിച്ചും ഭഗവാന്റെ രതിലീലകൾ വായിക്കൂ. കലിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടൂ, വൃത്തികെട്ട സെക്സിൽ നിന്ന് രക്ഷപ്പെടൂ, ഏറ്റവും ഉയർന്ന സൂപ്പർ സെക്സ് അഥവാ ആത്മരതി ആസ്വദിക്കൂ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.